വയസ്സ് വെറും 32. ബംഗാളിൽ നിന്നുള്ള ലോക്സഭാ മെമ്പറാണ് സയോനി ഘോഷ്. നമുക്കറിയാം, ഇപ്രാവശ്യത്തെ ആദ്യമായിട്ടാണ് പാർലമെൻറ്റിലോട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആണ്. അവർ യുവരക്തം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ എന്താ പറയുക, അവർ പാർലമെൻറ്റിൽ ഇരുന്ന് സംസാരിക്കുന്ന അവരുടെ ഓരോ വേർഡ്സും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ സ്പീച്ചും അത്ര കട്ടിയായിരിക്കും. അതല്ലെങ്കിൽ ടു ദ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രീതിയിലായിരുന്നു അവരുടെ സംസാരം. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സെഷനിൽ നമ്മുടെ താടിജീനി, നമ്മുടെ അമിത് ജീനിയും നമ്മുടെ രാജ്നാഥ് സിംഗിനെയൊക്കെ ഒരേ വേദിയിൽ ഇരുത്തി ഊക്കുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഇവരുടെ. തീപ്പൊരു പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയണം. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിൻ്റെ പ്രസംഗം കേട്ടു, രാഹുൽ ഗാന്ധി, സോണിയ, നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ സ്പീച്ച് നമ്മൾ കേട്ടു. നല്ല കട്ടി. അതുപോലെ കനിമൊഴിയുടെ സ്പീച്ച് കേട്ടു. അതിനേക്കാളൊക്കെ കുറച്ച് മുകളിലോട്ടാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള മോദിജീനൊക്കെ ഡയറക്റ്റ് ഫയറാണ്. ഒരേ സ്ഥലത്ത് ഇരുത്തി ഡിഷ് വെടി വെച്ചിട്ടുള്ള സംസാരമായിരുന്നു. അത് കുറച്ച് അധികം ഉണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഒരു ഓവറോൾ അവർ സംസാരിച്ച കാര്യം എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. ഏതായാലും ഒന്ന് കേൾക്കാം. ट्रंप ने वॉर रुकवा दी पापा। इस बार अमेरिका के प्रेसिडेंट ने एक ही मैसेज दिया पूरे दुनिया को कि ट्रंप ने वॉर रुकवा दी पापा। അതായത് അവർ പറയുന്നത്, നമ്മുടെ മോദിജി അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഭരണമാണ് ഇതുവരെ വാ തുറക്കാത്തത്. അതായത് യുദ്ധം നിർത്തിയത് ട്രംപാണെന്ന് ട്രംപണ്ണൻ പല സ്ഥലങ്ങളിൽ ഒരു 10-15 വേദികളിൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് അത് സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്തിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി. ഇതുവരെ കണ്ണടച്ചത് ഡിസഗ്രി ചെയ്യാണ്ട് എവിടെയും തൊടാത്ത രീതിയിലാണ് ഇതിനൊക്കെ മറുപടി പറഞ്ഞത്. അപ്പം ഇവർ ചോദിക്കുന്നത്, അതായത് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ യുദ്ധം നിർത്തിയത് ട്രംപാണെന്നാണ് വിളിച്ചു പറയുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ ആ ഒരു പ്രസംഗം തുടങ്ങുന്നത്. ബാക്കി കേൾക്ക്. 56 इंच का दबदबा कहा गया मोदी, मतलब रिस्क हम ले, ऑपरेशन हम करें और खीर चाचा चौधरी खा के चला जाए, इसी के लिए हम बैठे हैं यहाँ पे पूरा. അതായത് നമ്മൾ യുദ്ധം ചെയ്തു, ഓപ്പറേഷൻ നമ്മൾ ചെയ്തു, അതിൻ്റെ റിസ്ക് നമ്മളെടുത്തു, എല്ലാം നമ്മൾ ചെയ്തു. അവസാനം ക്രെഡിറ്റ് കൊണ്ടുപോയത് നമ്മുടെ ട്രംപ് അണ്ണൻ ചാച്ചാജിയാണ് കൊണ്ടുപോയത് എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ആള് പറഞ്ഞത്. देश बोल रहा है, पूरा विश्व बोल रहा है that Trump made a joker of Narendra Modi और press media का. അതായത് ഈ ലോകത്തുള്ള എല്ലാ ആളുകളും പറയുന്നുണ്ട്, അതായത് ട്രംപ് നരേന്ദ്രമോദിനെ ഒരു ജോക്കറാക്കി മാറ്റി. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാര്യങ്ങൾ, നരേന്ദ്രമോദി ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ചെയ്ത, നമ്മുടെ പട്ടാളം ചെയ്ത പല കാര്യങ്ങളും വെറും ഒരു ജോക്കർ ചെയ്ത അവസ്ഥയിലോട്ട്, അതിനെ ജോക്കറിനോടാണ് നമ്മുടെ താടിജീനെ താരതമ്യം ചെയ്തിട്ടുള്ളത്. इस देश में तो सर लोगों को बहकाने का काम किया इन्होंने. खबर ऐसे बनाते थे कि आज कलकत्ता में मैं सोने जाऊंगी और कल कराची में नींद खुलेगी मेरी, कि आज लखनऊ में मैं डिनर करूंगी और कल लाहौर में ब्रेकफास्ट. सर हम बोलेंगे कि അതായത് ഇങ്ങനത്തെ ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിന്ന് ലഞ്ച് കഴിക്കും, നാളെ പാകിസ്ഥാനിൽ ഒരു സ്ഥലത്ത് പോയിട്ടായിരിക്കും ഡിന്നർ കഴിക്കുന്നത്. ആ അവസ്ഥയിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മളെ വലിയ വലിയ ആളുകളാക്കി, നമ്മളെ ബ്രണ്ടും നമ്മളെ ക്ലോസ് ഫ്രണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്. सर हम बोलेंगे कि आपने घर में घुस के मारा तो आप बोलेंगे देश प्रेमी. हम पूछेंगे कि आतंकवादी कहां से आए तो आप बोलेंगे देशद्रोही. हम बोलेंगे वाह मोदी जी वाह तो आप बोलेंगे देश प्रेमी. അതായത് നമ്മൾ പറയാണ്, ഇപ്പം എവിടുന്ന് വന്നു, നമ്മുടെ ബോർഡറിലോട്ട് ഈ പറഞ്ഞ തീവ്രവാദികൾ എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കയറി ഇങ്ങനത്തെ ഒരു കാര്യം ആര് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദേശദ്രോഹികളാവും. അതിനു പകരം നമ്മൾ വാ മോദിജി വാ, മോദിജിനെ 4 സ്തുതി പാടി കഴിഞ്ഞാൽ നമ്മൾ രാജ്യസ്നേഹികളും ആവും. हम बोलेंगे नरेंद्र मोदी जवाब दो तो आप बोलेंगे देशद्रोही. और आप, അതായത് നമ്മൾ നരേന്ദ്രമോദിനോട് പറയാം, താങ്കൾ കാര്യം പറയും, എന്ത് സംഭവിച്ചു, എന്താണ് അവിടെ നടന്നത് എന്ന് വാ തുറക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും രാജ്യദ്രോഹികളായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. बोल रहे हैं कि हम आपको सवाल न करें. सर दिस इज नॉट पाकिस्तान जहाँ सरकारें कम और तानाशाही ज्यादा चलती है. ये भारत है. यहाँ पे अगर रूलिंग पार्टी देश चलाए तो ये सत्ता विपक्ष से चलती है. आपने ईंट का जवाब ईंट से दिया. देश चाहता था कि आप ईंट का जवाब पत्थर से दें. पहले बोलते हैं कि पीओके हमारा है, लेके छोड़ेंगे. आज बोल रहे हैं डे 1 से हम तो नॉन एस्केलेटरी है. वो मारेंगे तो फिर हम मारेंगे, फिर वो मारेंगे, फिर हम मारेंगे. वो 2 मारेंगे, हम 10 मारेंगे. वो 26 मारेंगे, हम 100 मारेंगे. पूरी होगा. അതായത് ആദ്യം നമ്മൾ പറയരുത്, മോദിജി പറഞ്ഞു 2019 കഴിഞ്ഞ് നമ്മുടെ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്ത് മാറ്റി പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലോ, അത് നമ്മുടെതാണ് അവിടെ കൺട്രോൾ ചെയ്യും, നമ്മുടെയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ
അവരവിടെ വന്ന് ആളുകളെ കൊല്ലുന്നു. ആളെ കൊന്നു, 26 പേരെ കൊന്നു കഴിഞ്ഞു ആ സ്ഥലങ്ങളിലോട്ടും, അല്ലെങ്കിൽ നമ്മുടെ ആക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ അവർ വന്ന് ആളെ കൊല്ലുന്നു. അവരൊന്ന് കൊല്ലുന്നു, നമ്മളിവിടെ 2 കൊല്ലുന്നു. അവർ നാളെ 10 കൊല്ലും, നമ്മൾ നാളെ 20 കൊല്ലും. ഈ ഒരു കഥ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവല്ലേ, ഇതിൽ എന്ത് മാറ്റമാണ് ഉള്ളതെന്നാണ് ആൾ ചോദിക്കുന്നത്. बालाकोट होगा, पुलवामा होगा, उसके बाद और कोई अटैक होगा, फिर पहलगांव होगा. അതായത് ഊറിയിൽ സംഭവിച്ചത് എന്താണ്, പുൽവാമയിൽ സംഭവിച്ചത് എന്താണ്, അതുപോലെ പെഹൽഗാമിൽ എന്ത് സംഭവിച്ചു, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഭീകരപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മുടെ ആളുകളെ കൊല്ലുന്നത് നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോഴും പറയുന്നത് എന്താണ്, നമുക്ക് ആർട്ടിക്കിൾ 370 ഒക്കെ മാറ്റി നമ്മൾ കാശ്മീരെ മൊത്തം കൺട്രോൾ നമ്മുടെ അടുത്താണ്. അവിടെ അതായത് ഈ നമ്മുടെ നാട്ടിലെ സഞ്ചാരികളോടും ബാക്കിയുള്ള ആളുകളോടും അങ്ങോട്ട് ചെല്ലും, അവിടെ എക്സ്പ്ലോർ ചെയ്യും, അവിടെ സ്ഥലം വാങ്ങിക്കൂ എന്നാണ് നമ്മുടെ മോദിജി പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ അറ്റാക്കും നമുക്കെതിരെ ഉണ്ടായിട്ടുള്ളതും. फिर ऑपरेशन सिंदूर होगा, सिलसिला चलता रहेगा, जान जाती रहेगी. होम मिनिस्टर ने आज बोला कि हमने दुनिया के सामने पाकिस्तान को बेनकाब कर दिया कि हमने किया है. सर, आपने सिर्फ अकेले नहीं किया है, इंडियन आर्म फोर्स ने किया है, 140 करोड़ लोगों ने किया है. सर, किसी का कुछ नहीं आता, सबका वक्त आता है, और जिसका वक्त आता है उसका सब आता है. आप बोलते हैं ना कि ममता दीदी, അതായത് നമ്മുടെ എന്താ പറയുക, ഹോം മിനിസ്റ്ററും നമ്മുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സംഘികളായിട്ടുള്ള ആളുകൾ പറയും നമ്മൾ പാകിസ്ഥാനെ നമ്മൾ ഇല്ലാണ്ടാക്കി, ഞങ്ങൾ അതായത് അവർ പാകിസ്ഥാനെ ഇല്ലാണ്ടാക്കി, അവരത് ചെയ്തു, അവർ ചെയ്തു. പക്ഷെ അങ്ങനെയല്ല, ഇത് ചെയ്തത് നമ്മുടെ ആം ഫോഴ്സാണ്, നമ്മുടെ എയർഫോഴ്സാണ്, നമ്മുടെ നേവിയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളുടെയും ഒരു ശക്തിയല്ല, എല്ലാ ആളുകളുടെയും ഒരു ഇമോഷൻ അതിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു, BJP ചെയ്തു എന്നുള്ള ആ ഒരു നിലയിൽ നിന്ന് നിങ്ങൾ മാറണം എന്നാണ് ഒരു കാര്യം പറയുന്നത്. बांग्लादेशियों को बंगाल में घुसाती है तो बॉर्डर में आतंकवादियों को कौन घुसा रहा है, इसका जवाब आपको देना पड़ेगा कि वो भी वही कर रहे हैं, कि वो भी ममता दीदी भी कर रही है. അതായത് പറഞ്ഞത്, ഇപ്പം നമ്മുടെ BJP സർക്കാർ എപ്പോഴും പറയുന്നുണ്ട് ഈ ബംഗ്ലാദേശികൾ ബംഗാൾ ക്രോസ് ചെയ്ത് മറ്റേ വെസ്റ്റ് ബംഗാളിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, അവർ തോന്നിയ പോലെ എന്താ പറയുക നൊയിഞ്ഞ് കയറി ഇങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. മമതാ ബാനർജിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർ കാണുന്നില്ലേ എന്ന്, അല്ലെങ്കിൽ അവരതിനുള്ള ഉത്തരം പറയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ കാശ്മീർ അതിർത്തിയിലോട്ട് വരുന്ന സമയത്ത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ കയറുന്നു, ആ തോന്നിയ പോലെ ആളെ കൊന്നു പോകുന്നു. അപ്പോൾ ഇതിനുള്ള മറുപടി ആര് തരും എന്നാണ് അടുത്ത ചോദ്യം. Shame on you. सर, इस लड़ाई में शायद आप जीत गए, लेकिन नैरेटिव की लड़ाई में आप हार गए. आप देश को बता नहीं पाए कि धर्म पर, कि अधर्म पर धर्म की जीत हुई है, पाकिस्तान पर फिर से हिंदुस्तान की जीत हुई. आप बता नहीं पाए ठीक से. सर, कहानी बहुत अच्छी बनी, पकोड़े बहुत अच्छे बने, लेकिन सरसों की जगह केरोसिन तेल डाल दिया, बस यही हो गया. अनुराग जी बोल रहे थे कि हम किसी के पास सहयोग. അതായത് കഥകളൊക്കെ വളരെ രസകരമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ അല്ലെങ്കിൽ ഈ നിയറസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി കഥകൾ വളരെ രസമായിട്ടുണ്ട്. അത് ഒരു പക്കോട എങ്ങനെ ഉണ്ടാക്കും, അതേപോലെ നല്ല ടേസ്റ്റിൽ പക്കോട ഉണ്ടാക്കി അവസാനം അത് മണ്ണെണ്ണയിൽ മുക്കിയ അവസ്ഥയായി ഇതിൻ്റെ ടോട്ടലായിട്ട് വന്നിട്ടുള്ള റിസൾട്ട് എന്നാണ് അവർ പറയുന്നത്. मांगने नहीं गए, हम विवरण देने गए थे कि हम कैसे जीते. खुद का ढिंडोरा क्या पीटना, पूरा देश देख रहा है, पूरा विश्व देख रहा है. पराक्रमी बने, विजयी बनेंगे, लोग बोलेंगे ना. आपको जाने की क्या जरूरत है इतने सारे जगह. वी आर प्राउड ऑफ आवर डॉटर्स कर्नल सोफिया कुरैशी and wing commander Vyomika Singh, a shining example of secularism and women empowerment in the country. सर, हमें गर्व है कि आपने 100 आतंकवादियों को मार गिराया, पर हम तो चाहते थे कि ऐसा एक भी न बचे जिससे आगे जाके भारत की बेटी और बहनों के सिंदूर को खतरा हो. हम डरेंगे नहीं, मरने से पहले मरेंगे नहीं, कि हम अमन चाहते हैं मगर जुल्म के खिलाफ, कि हम अमन चाहते हैं मगर जुल्म के खिलाफ. अगर जंग लाजमी है तो फिर जंग ही सही. They need their leader, their prime minister to stand up and. അവർ പിന്നെ പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആം ഫോഴ്സും നമ്മുടെ ഇങ്ങനെ ആളുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ സോഫിയ ഖുറേഷിയുടെയും മറ്റേ വിൻ കമാൻഡൻ്റ് അല്ല, അവരെയൊക്കെ പറ്റിയാണ് പിന്നെ പറയുന്നത്. നമ്മൾ ജയിക്കുന്നവരെ നമ്മൾ എന്താ പറയുക പൊരുതി നിൽക്കും. അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞു വന്നിട്ടുള്ളത്. 124 बार मन की बात हुई गई, 125 बार हो जाती ना. And let them know कि वजीर आजम आपके झंडे पे चांद है और हमारा झंडा चांद पे है. तो let पाकिस्तान know कि आप 1 किलो आटे के लिए आपस में लड़ते हैं और हम हर दिन गुरुद्वारे में पूरी और हलवा बांटा करते हैं. Despite being at an advantage, we surrender to external interference in the internal matter of this country. Yes, sir, Jammu and Kashmir is the internal matter of India. एक चुटकी सिंदूर की कीमत ये गद्दार पाकिस्तान और ये बुज़दिल आतंकवादी क्या जाने, पर नरेंद्र मोदी जी ये जानते थे और इसीलिए उन्होंने नाम रखा ऑपरेशन सिंदूर, जिसे सुन के सबकी भावनाएं जाग उठी
और प्रधानमंत्री से हमारी उम्मीदें बहुत ज्यादा बढ़ी। राजनाथ जी कल बोल रहे थे सर के युद्ध उन्हीं के साथ होता है जो आपके बराबर हो। इसमें बराबरी की कोई बात नहीं है। श्री राम और रावण क्या बराबर के थे क्या? नहीं थे ना। धर्म पे अधर्म की बात होती है, न्याय पे अन्याय की बात होती है, ऐसे नहीं होता सर। वो कल बोल रहे थे कि आप छोटी छोटी चीजों को नजरअंदाज कीजिए। അതായത് പിന്നെ പറയുന്നത് രാജ്നാഥ് സിംഗ് സഭയിൽ പറയണ്ടായി ഇപ്പം ബറാബറായി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടായി അവർ ഇവിടെ വന്ന് അടിച്ചു, നമ്മൾ പോയടിച്ചു, നമ്മൾ ഓക്കെ ആയി, നമ്മൾ സീസ് ഫയർ പ്രഖ്യാപിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇവിടെ അതല്ല വേണ്ടത്. അതായത് നമ്മളിപ്പോൾ ശ്രീരാമൻ്റെയും രാവണൻ്റെയും യുദ്ധത്തിൽ ബറാബറാണ്, ഓക്കെ നീ തട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു, അങ്ങനെയല്ല. ധർമ്മം അധർമ്മത്തിനെതിരെ നിൽക്കണം, ന്യായം അന്യായത്തിനെതിരെ നിൽക്കണം, അതിനെ തീർക്കണം, അതാണ് വേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഒരു ബറാബർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്കും കിട്ടി നിനക്കും കിട്ടി എന്നുള്ള രീതിയിലോട്ട് അല്ല കാര്യങ്ങളെ കാണേണ്ടത് എന്നാണ് സയോനി പറയുന്നത്. क्या है वो देखिए, पेंसिल टूटा कि नहीं, परीक्षा हॉल में लेट पहुंचे कि नहीं, ये सब इम्पोर्टेंट नहीं है। अरे सर यहाँ पे तो चाचा चौधरी ने पेपर लीक कर दिया ना, तो अभी आप फर्स्ट आए या लास्ट आए उससे क्या फर्क पड़ता है? आए तो क्या हुआ, आ गए तो आ गए। There is no place for intelligence failure and security. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇത്ര അങ്ങോട്ട് എന്താ പറയുക ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങ് വിട്ടുകള. അതായത് ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടുകളയണം. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യേണ്ട. നമ്മളൊരു എന്താ പറയുക ഒരു എക്സാം എഴുതാൻ പോണ സമയത്ത് കുറച്ച് ലേറ്റായി പോയി, പെണ്ണ് കയ്യിലില്ല, മറ്റേതിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. റിസൾട്ട് എന്താണോ നമുക്ക് വരുന്നത് അതിലോട്ടാണ് നോക്കേണ്ടത്. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പ് പേപ്പർ തന്നെ ലീക്കാക്കിയല്ലോ നമ്മുടെ ട്രംപ് അണ്ണൻ എന്നാണ് അവരുടെ ചോദ്യം. Lapse in this country. I'm a Bengali and like we all know that Vande Mataram is a war cry that originated from Bengal. അതായത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു സ്ഥാനം കൊടുക്കരുത് ഇന്റലിജൻസ് ഫെയിലിയറിനോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്റേണൽ കമ്മ്യൂണിക്കേഷനോ നമ്മുടെ പട്ടാളത്തിനോ നമ്മുടെ നേവിക്കോ ഒരു ചെറിയ എന്താ പറയുക തെറ്റ് പോലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ എന്നാണ് പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യം. Fathers have shed blood for this country and we continue to sacrifice our lives for the unity and the sovereignty of this great nation. कि तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा है इतनी सी दिल की आरज़ू. ഇത്രയും കാര്യങ്ങളാണ്. ഇത് കുറച്ച് ഭാഗങ്ങൾ മാത്രം കേട്ടോ, അത് കുറേ ഉണ്ട്. അവർ സംസാരിക്കുന്ന 29ഓളം മിനിറ്റ് വരുന്നവരുടെ സ്പീച്ച് ഉണ്ട്, ഭയങ്കര രസമാണ് മൊത്തം കേൾക്കാൻ. ഇത് അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് മോദിജീനെയും അതുപോലെ തന്നെ നമ്മുടെ അമിറ്റിനെയും അതുപോലെ രാജ്നാഥ് സിംഗിനെയും ഒരുപോലെ ഒരേ സ്ഥലത്ത് ഇരുത്തിയിട്ട് അവരോടുള്ള ചോദ്യങ്ങളാണ് ഇത് ഓരോന്നായിട്ട്. നമ്മുടെ സീസ് ഫയറിനെ പറ്റി, നമ്മുടെ അവരെങ്ങനെ ഈ തീവ്രവാദികൾ ഇവിടെ വന്നു ഇങ്ങനെ കൊന്ന് തിരിച്ച് അവർ പോയതിനെ പറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് ഫെയിലിയറിനെ പറ്റി, അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ വാ തുറക്കാണ്ട് അമേരിക്കയുടെ പല പ്രസ്താവനകൾക്കെതിരെയും വാ തുറക്കാണ്ട് മോദിജി ഇരിക്കുന്നതിനെ പറ്റി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ സംസാരിച്ചത്. ഇവരുടെ സ്പീച്ചൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര രസമാണ്, നല്ല രസത്തിൽ അവർ സംസാരിക്കും. അങ്ങനെ കുറേ പേരുണ്ട് നമ്മുടെ ഇന്ത്യ മുന്നണിയിൽ, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അപ്പം ഇതുപോലത്തെ നല്ല നല്ല ഇതുണ്ടെങ്കിൽ നമ്മൾ ഇനിയും എന്താ പറയുക ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ അറിയുന്ന പോലെ, നമ്മൾ ഹിന്ദി അത്ര സംഭവമൊന്നുമല്ലെങ്കിലും നമ്മൾ അറിയുന്ന പോലെ നമുക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്ന ഈ ലോക്സഭയിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം.